നമസ്കാരം. വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് അനധികൃത കയ്യേറ്റങ്ങൾക്കെതിരെ കർശന നടപടിയുമായി മുന്നോട്ട് പോവുകയാണ്. വാഴക്കാട് ആക്കോട് മുതൽ എടവണ്ണപ്പാറ ഒന്നാം ഘട്ടം ആക്കോട് മുതൽ എടവണ്ണപ്പാറ വരെയുള്ള കടകൾക്ക് നോട്ടീസ് നൽകി തുടങ്ങി. നോട്ടീസ് നൽകിയിട്ടും നടപടിയെടുക്കാത്ത കടകൾക്ക് ശക്തമായ വാണിംഗ് നൽകുകയാണ്. അതോടൊപ്പം തന്നെ ഇന്ന് നോട്ടീസ് നൽകിയ കടകളിൽ കൃത്യമായി എവിടെ നിന്ന് പൊളിച്ചു മാറ്റണമെന്നുള്ള രേഖ നൽകുന്നതോടൊപ്പം അവിടെ മാർക്ക് ചെയ്ത് നൽകുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സംഘം എടവണ്ണപ്പാറയിലെത്തിയിരിക്കുകയാണ്. പ്രത്യേകിച്ചും എടവണ്ണപ്പാറയിലെ ഗതാഗത കുരുക്കിനെല്ലാം ഏറെ പരിഹാരമാകുന്ന ഒരു പ്രവൃത്തി തന്നെയാണ് അനധികൃത കയ്യേറ്റങ്ങൾ പൊളിച്ചു നീക്കുക എന്നുള്ളത്. വാഴക്കാട് ഗ്രാമപഞ്ചായത്തിൻ്റെ സെക്രട്ടറി, ഹെഡ് ക്ലർക്ക് അടക്കം നിരവധി ഉദ്യോഗസ്ഥർ ഇതിൻ്റെ ശക്തമായ പ്രവർത്തനവുമായി ദിവസങ്ങളായി മുന്നോട്ട് പോവുകയാണ്. നമുക്ക് അവരോട് ഈ കാര്യങ്ങൾ ചോദിച്ചറിയാം. സെക്രട്ടറി കൂടെയുണ്ട്. എന്താണ് ഈ ഒരു പൊളിച്ചുമാറ്റലുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെല്ലാം നടപടിക്രമങ്ങളാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? നമ്മൾ ഊർക്കടവ് മുതൽ പഞ്ചായത്തിൻ്റെ അതിർത്തി പ്രദേശമായ ഊർക്കടവിൽ നിന്ന് തൊട്ട് ഇപ്പോൾ എടവണ്ണപ്പാറ വരെയുള്ളതാണ്. പഞ്ചായത്തിൻ്റെ അതിർത്തി ആക്കോടാണ്? അല്ല, ഊർക്കടവിൽ നിന്നാണ് തുടങ്ങിയത്. ആക്കോട് ഉൾപ്പെടെ നമ്മൾ നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. താൽക്കാലിക നോട്ടീസ് കൊടുത്തു. പിന്നെ ഇപ്പോൾ സ്ഥിരപ്പെടുത്തൽ നോട്ടീസ് കൊടുത്ത് മാർക്ക് ചെയ്ത് പോവുകയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇവിടെ എടവണ്ണപ്പാറയിൽ അനധികൃത നിർമ്മാണം, അതായത് റോഡിലോട്ട് ഇറക്കിയുള്ള കാൽനട യാത്രക്കാർക്ക് അസൗകര്യം ഉണ്ടാകുന്ന രീതിയിൽ ഉള്ള ഇതെല്ലാം പൊളിച്ചു മാറ്റുന്നതിനായിട്ട് മാർക്ക് ചെയ്ത് പോവുകയാണ്. ഈ പൊളിച്ചു മാറ്റൽ എന്നൊരു നടപടിക്രമത്തിലേക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്? ഇപ്പം മാർക്ക് ചെയ്തിട്ടുണ്ടോ? എന്താണ് ഇനി മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ എത്ര ദിവസങ്ങൾ കൊണ്ട് തന്നെ അത് പൊളിച്ചു മാറ്റാനാണ് നിങ്ങൾ? മാർക്ക് ചെയ്ത് പോയതിന് ശേഷം അതിപ്പോൾ നമ്മൾ താൽക്കാലിക നോട്ടീസ് കൊടുത്തതിന് 3 ദിവസത്തെ നോട്ടീസ് കൊടുത്ത് ഒരു സ്ഥിരപ്പെടുത്തൽ നോട്ടീസും കൂടെ കൊടുത്തിട്ടാണ് പൊളിക്കലിലേക്ക് പോകുന്നത്. അപ്പോൾ അവർക്കതിനുള്ള സമയം കൊടുക്കുന്നുണ്ട്. അവർ സ്വയം പൊളിച്ചു മാറ്റുന്നില്ല എങ്കിൽ പഞ്ചായത്ത് തന്നെ പൊളിച്ചു മാറ്റുക. അതിന് ആ പൊളിച്ചു മാറ്റുന്നതിന് ചിലവായ തുക അവരിൽ നിന്ന് ഈടാക്കാനുള്ള നടപടികളുണ്ടാവും. ഓക്കെ. ഇപ്പോൾ ഊർക്കടവിൽ നിന്നൊക്കെ വരുന്ന സമയത്ത് കാൽനട യാത്രക്കാർക്ക് പോലും സൗകര്യമില്ലാത്ത രീതിയിലേക്ക് ഇറക്കി കെട്ടി റോഡിലേക്ക് തന്നെ ഇന്റർലോക്ക് പതിച്ചിട്ടുള്ള കാഴ്ചകളൊക്കെയാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ എത്രമാത്രം ശക്തമായ ഒരു നടപടി തന്നെയാണ് പഞ്ചായത്ത്. ഇത് പലപ്പോഴും ഇതിന് മുന്നേയും ഇതേപോലെ നോട്ടീസ് കൊടുക്കലും മറ്റൊക്കെ നടന്നിട്ടുണ്ടെങ്കിലും ഈ നടപടി എത്രമാത്രം മുന്നോട്ട് പോകും? നമ്മൾ ഭരണസമിതിയും കൂടെ കൂടി, അതുപോലെ വ്യാപാരി വ്യവസായി പ്രതിനിധികളുടെ ഒക്കെ ഒരു യോഗം വിളിച്ച് അതിലും കൂടെ കൂടി ഒരു സംയുക്ത തീരുമാനം എടുത്തതിന് ശേഷമാണ് നോട്ടീസൊക്കെ കൊടുത്തിരിക്കുന്നത്. നടപടി മുമ്പോട്ട് തന്നെ കൊണ്ടുപോകും എന്നാണ്. ഭരണസമിതിയുടെയും പിന്തുണയുണ്ട് ഇതിന്. ഓക്കെ. പരിശോധനയായിട്ട് മുന്നോട്ട് പോകുമ്പോൾ എത്രമാത്രം കയ്യേറ്റം കണ്ടെത്താൻ കഴിയുന്നുണ്ട്? ഏകദേശം മുഴുവൻ ഭാഗങ്ങളും റോഡിനോട് ചേർന്നിരിക്കുന്ന ഭാഗങ്ങൾ അധികവും പൊളിച്ചു മാറ്റേണ്ട ഭാഗങ്ങളായിട്ടാണ് കാണപ്പെടുന്നത്. പിന്നെ വെച്ചാൽ ഇറക്കി വെച്ചിട്ടുള്ള വിൽപ്പന ഇതൊക്കെയാണ്. എന്നുവെച്ചാൽ പൊതുജനത്തിന് വേണ്ടിയിട്ടാണല്ലോ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് പഞ്ചായത്ത്. അത് സുഗമമായിട്ട് അവർക്ക് പോകാനുള്ള വഴിയൊരുക്കുകയാണ്. ഭിന്നശേഷിക്കാർ, അതേമാതിരി കണ്ണ് കാണാത്ത ആളുകളൊക്കെ നടക്കാൻ പലപ്പോഴും മാധ്യമപ്രവർത്തകർ നമ്മളോട് പരാതി പറയാറുണ്ട്. എടവണ്ണപ്പാറ ഒന്ന് ക്രോസ് ചെയ്യാനോ അല്ലെങ്കിൽ ഒന്ന് അരികെറ്റി നടക്കാനോ കഴിയുന്നില്ല എന്നുള്ളത്. അതിനൊക്കെ ഒരു പരിഹാരം ഇത്തവണ ഉണ്ടാവുമോ? തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ ആ രീതിയിലാണ് ഭരണസമിതിയും പഞ്ചായത്തും ഒക്കെ കൂടിയിട്ടുള്ള തീരുമാനം എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിലുള്ള ഏറ്റവും വലിയൊരു സന്തോഷം എന്താണെന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഓപ്പറേഷൻ ക്ലീൻ ഷോട്ട് എന്നൊരു ഭാഗമായിട്ട് ഇപ്പോൾ പരിശോധന നടത്തുന്നു. അപ്പോൾ വ്യാപാരി വ്യവസായികളും ഇതിന് വളരെ സൗകര്യം ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ വാഴക്കാട് പഞ്ചായത്തിൻ്റെ മാത്രം തീരുമാനമല്ല, മേലെന്നേ വരുന്ന എല്ലാ സ്ഥലങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു നിർദ്ദേശത്തിൻ്റെ ഫലമായിട്ടാണോ? ജോയിന്റ് ഡയറക്ടറുടെ ഓഫീസിൽ നിന്ന് പ്രത്യേക നിർദ്ദേശം ഉള്ളതാണ്. അവിടുന്ന് ഇത് നേരത്തെ തന്നെ ഇവിടുത്തെ ട്രാഫിക് റെഗുലേഷൻ കമ്മിറ്റി പരാതി പോയിരിക്കുന്നതാണ് കളക്ടറേറ്റിലോട്ട്. അത് കളക്ടറേറ്റിൽ നിന്ന് JD ഓഫീസിലേക്ക്, അതിന് താഴെ ഞങ്ങൾക്ക് പഞ്ചായത്തിലോട്ട് നിർദ്ദേശം ലഭിച്ചിട്ടുള്ളതാണ് അനധികൃത നിർമ്മാണങ്ങൾ പൊളിച്ചു നീക്കാനായിട്ട്. ഓക്കെ, താങ്ക് യു. ഒരു ശക്തമായ നടപടിയിലേക്ക് തന്നെ വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് കരുതുന്നത്. എടവണ്ണപ്പാറയിലെ മാർക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട്. 7 ദിവസങ്ങൾക്ക് ശേഷം, അഥവാ നോട്ടീസ് നൽകി 7 ദിവസങ്ങൾക്ക് ശേഷം പൊളിച്ചുമാറ്റൽ നടപടിയിലേക്ക് നീങ്ങുമെന്നാണ് അധികൃതർ അറിയിക്കുന്നത്. വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.